ശ്രീചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖമല്ലേ? അസുഖമാണ്. തുടങ്ങി കൗണ്ടർ. കൗണ്ടർ സത്യം പറയുന്നത് സത്യമാണ്, ശരിയാ, സത്യം പറഞ്ഞ കൗണ്ടറല്ല. ശ്രീചേട്ടാ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ യാത്ര ചെയ്തപ്പോൾ പറഞ്ഞ കുറെ കാര്യങ്ങളാണ് കേട്ടോ. 50 സിനിമയായി, കഥയും തിരക്കഥയും 50 സിനിമ അല്ലേ? ആ 50 സിനിമയിൽ ശ്രീനിച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയും തിരക്കഥയും ഏതാണ്? കുറച്ച് ഒരു രണ്ടാഴ്ച ആലോചിച്ചിട്ട് പറഞ്ഞു. ഇത്ര ഉള്ളതുകൊണ്ട് 2 ആഴ്ച ആലോചിക്കണം അല്ലേ? ഒരു പടത്തിന് വേണ്ടി ഒരു കൊല്ലമൊക്കെ ആലോചിച്ചിട്ടുണ്ട്, എഴുതാൻ വേണ്ടി. അപ്പൊ പിന്നെ ഇത് പറയാൻ വേണ്ടി ഒരു 2 ആഴ്ചയിലേ ഞാൻ ചോദിച്ചുള്ളൂ. ആ സമയം ഒന്ന് തന്നാ പോരെന്നല്ലേ? അതായിക്കോട്ടെ, എങ്കിലും ഒന്ന് പറ. 2 ആഴ്ച തരൂല്ല, ഇപ്പൊ പറയണം. എനിക്ക് എന്തുകൊണ്ട് ഞാൻ വലിയ അവാർഡ് മോഹിയൊന്നുമില്ല. അവാർഡിന് വേണ്ടിയിട്ടൊരു സിനിമ എടുക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് എഴുത്തിൻ്റെ അവാർഡ് കിട്ടുന്നത് മഴയത്ത് മുൻപേ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥക്കാണ്. ശോഭനയും ആനിയും മമ്മൂട്ടിയും ഒക്കെ അഭിനയിച്ച് ഞാനുണ്ട് ആ സിനിമയിൽ. കാമൽ ഡയറക്റ്റ് ചെയ്ത പടം. പാലക്കാടായിരുന്നു ഷൂട്ടിങ്. അത് കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് സിനിമ. പക്ഷെ അവാർഡ് എൻ്റെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞ് പോവുക, അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായി. അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത്. പിന്നെ സിനിമ ശ്രദ്ധിച്ചപ്പോൾ അതിന് അവാർഡ് കിട്ടാൻ വേണ്ടുന്ന മറ്റു പല സിനിമകൾക്ക് അവാർഡ് കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അവാർഡ് കിട്ടുന്നതിൽ 1-2 അവാർഡും കൂടി കിട്ടാവുന്നതാണെന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഒരുപാട് ആലോചിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സീനും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മലമ്പുഴയിൽ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരാഴ്ച ഞാൻ പോയി മലമ്പുഴ ഡാം കാണുന്ന ഒരു സ്ഥലത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, പാലക്കാട് മലമ്പുഴ. ആ ഗസ്റ്റ് ഹൗസിൽ ഒരാഴ്ച താമസിച്ചു. അവിടെ നിന്നാണ് ഷൂട്ടിങ്ങിന് മുമ്പുള്ള ഒരു പ്രകൃതിയായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് ഞാൻ എഴുതിയൊരു രൂപം ഉണ്ടാക്കിയത് അവിടെ വെച്ചാൽ. എന്നിട്ടാണ് നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയത്. ബാക്കി പലതും ഷൂട്ടിങ് സമയത്ത് ഓരോ ദിവസവും രാത്രി ഷൂട്ടിങ് ഇല്ലാത്ത രാത്രികളിൽ എഴുതും, രാവിലെ ഷൂട്ട് ചെയ്യും. അപ്പോൾ ആ സിനിമ നടക്കുമെന്ന് സംശയമായിരുന്നു. എന്താ വെച്ചാൽ ഞാനും കമലും കൂടി സുഹൃതം എന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയുടെ ഷൂട്ടിങ് ഒറ്റപ്പെടുത്തി നടക്കുമ്പോൾ ഞങ്ങൾ 2 പേരും കൂടി കഥ പറയാൻ വേണ്ടി, മമ്മൂട്ടിയോട്ട് കഥ പറയാൻ വേണ്ടി ഒറ്റപ്പാലത്ത് പോയി. അവിടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ പുള്ളി താമസിക്കുമ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിൽ കഥ പ്രധാനപ്പെട്ട നടന്ന് കഥ ഇഷ്ടപ്പെട്ടാലേ പുള്ളി അഭിനയിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് കമൽ അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പാമ്പാവിൻ്റെ അഴിമാരം കഴിഞ്ഞതേ ഉള്ളെന്നാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ കഥ പറഞ്ഞു മമ്മൂട്ടിയോട്. മമ്മൂട്ടി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ കുറേ തെറി പറഞ്ഞു. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നേരത്തെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് നമ്മളായിട്ട് വേണ്ടെന്ന് വെച്ചു. അതിന് ഡേറ്റ് പുള്ളി എടുത്ത് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് നടക്കാത്തതിന് ദേഷ്യം. പിന്നെ എന്നിട്ട് പുള്ളി പറഞ്ഞ് ഇത്രയും നല്ലൊരു കഥ വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം കൊളുത്തി കൊണ്ടുവന്ന കഥയാണ് ഇത്.
സ്നേഹം കൊണ്ടുള്ള പറച്ചിലാ, സ്നേഹത്തോടുള്ള പറച്ചിലാ. അത് സ്നേഹ കൂടുതലുണ്ടാണോ ദേഷ്യം കൂടുതലുണ്ടാണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അല്ല, എനിക്ക് തോന്നുന്നു ശ്രീചേട്ടൻ എന്നോട് പറഞ്ഞു നമ്മുടെ ഈ സിനിമയുണ്ടല്ലോ വരവേൽപ്പ്, ബസ്സിന്റെ ഒരു കഥയുള്ള വരവേൽപ്പ്, അതെന്നോട് അന്ന് പറഞ്ഞ അച്ഛൻ്റെ കഥയെന്നല്ല പറഞ്ഞ, അച്ഛൻ്റെ കഥ. അത് പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആയതല്ലേ? അതെങ്ങനെയായിരുന്നു അത്? അച്ഛൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, അച്ഛൻ്റെ കഥയെന്ന് ഞാൻ പറഞ്ഞോളൂ, അച്ഛൻ്റെ ഒരു അനുഭവം. അത് കുറേ വർഷങ്ങളുള്ള കഥയാണ്. അതായത് അച്ഛൻ അധ്യാപകനായിരുന്നു. അച്ഛൻ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീടും സ്ഥലമൊക്കെ പണയം വെച്ച് KFCക്ക് പണയം വെച്ചിട്ട് ഒരു ബസ് വാങ്ങിച്ചു. എല്ലാം കംപ്ലീറ്റ് ലോണാണ്. അച്ഛൻ അതിന് മുമ്പ് അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPM. അപ്പോൾ അതാണ് പ്രശ്നം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ ഇതിന് വേണ്ടിയിട്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഗുണത്തിന് വേണ്ടി, അവർക്ക് നല്ല പൈസ കിട്ടി സുഖമായി ജീവിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ ഒരു സാധാരണ അധ്യാപകനായിട്ട് ഉള്ള ഒരാൾ, ആ കമ്മ്യൂണിസ്റ്റുകാരൻ, അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അച്ഛന് പിന്നെ ഒരു രാത്രിക്കാകുമ്പോൾ എവിടുന്നെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരന് മാന്തിയിൽ നിന്ന് മറ്റേ കേട്ടാൽ മതി, അപ്പോൾ ഉടനെ ആ ഭാഗത്തോട്ടോടും, ആ മാന്തി വന്ന് തള്ളൻ. അങ്ങനത്തെ ഒരു പ്രാന്തായിരുന്നു അച്ഛന്. അപ്പോൾ ഒരു സാധാ ഗുണ്ടാ ലെവലിലെ അച്ഛനെ പാർട്ടിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ബസ് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് മുതലാളിയാവില്ലേ, ആ അസൂയയാണ് അച്ഛനെ തകർത്തത്. സ്വന്തം ആൾക്കാർക്ക് അസൂയ, സ്വന്തം കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ അച്ഛനൊരു മുതലാളിയായിട്ട് ഇയാൾ പണക്കാരനായ നമ്മളെയൊക്കെ ഭരിച്ചു കളിയെന്നുള്ള പഴി അച്ഛനെ നിലക്ക് നിർത്തിയില്ല. ഇല്ലാത്ത പലരെ കൊണ്ടും കേൾപ്പിച്ച് തൊഴിലാളികളെ കൊണ്ട് ഒക്കെ കേസ് പിടിപ്പിച്ചു. അങ്ങനെ അച്ഛന് പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് KFCക്ക് അടക്കേണ്ട ലോൺ അടക്കാൻ പറ്റാതെ, ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റാതെ, ഇതിനിടെ തൊഴിലാളികളുടെ പ്രശ്നം കാരണം ബസ് തടഞ്ഞു വെക്കുക, ബസ് അടിച്ചു പൊളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. സിനിമയിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും. ബസ്സിൻ്റെ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്പെഷ്യൽ ഓടും, ചിലപ്പോൾ ഉത്സവ സമയത്തൊക്കെ. അപ്പോൾ ഒരു 10-15 ദിവസത്തെ കലക്ഷൻ കൊണ്ട് ഒരു കണ്ടക്ടർ ഒരു തവണ മുങ്ങി. എന്നിട്ട് അയാളെ അനധികൃതമായി പിരിച്ചു വിട്ടുന്നുണ്ട്, അച്ഛൻ്റെ പേരിൽ കേസ് കൊടുക്കുക. ആ കേസ് സക്സസ് ആവാതിരിക്കുമ്പോൾ ബസ് തടഞ്ഞ് സമരം ചെയ്യുക. അച്ഛൻ കോടതിയിൽ പോയിട്ട് പോലീസിനെ കൊണ്ട് സമരം ചെയ്തിട്ട് മാറ്റുക. അന്ന് രാത്രി ബസ് തല്ലിപ്പണിക്കുക ഇവർ. അങ്ങനെ അവസാനം ബസ്, വീട്, പറമ്പ് എല്ലാം ജപ്തി ചെയ്തു.